പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്ന തിളക്കത്തിന്റെ സ്പന്ദനം. ഇത് പ്രകാശത്തിന്റെ കഥയാണ്. വെളിച്ചം നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒന്നാണ്. നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കതക് തുറക്കുമ്പോൾ, ഒരു ജനൽ തുറക്കുമ്പോൾ, നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പ്രകാശം ലഭിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രകാശത്തെ കാണുകയും ചെയ്യുന്നു. എന്നാൽ ഈ ലളിതമായ തിളക്കത്തിന്റെ ഒക്കെ പിന്നിൽ പ്രകൃതിയിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ്. പ്രകാശമെന്ന് പറയുന്നത് താരാപഥങ്ങളിലൂടെ സഞ്ചരിച്ച് നക്ഷത്രങ്ങളുടെ കഥകൾ പറഞ്ഞ് നമുക്ക് ഭക്ഷണങ്ങൾ നൽകി, നമുക്ക് വെളിച്ചം നൽകി, നമ്മുടെ കലയെ പ്രചോദിപ്പിച്ചു, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ഊർജം നൽകി. ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തതാണ് ഈ ലളിതമായ വെളിച്ചം. അപ്പോൾ എന്താണ് ശരിക്കും വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം? പ്രകാശമെന്ന് പറയുന്നത് ഒരു ഊർജമാണ്. അത് ഒരു തരംഗങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയവും ഇത് ഫോട്ടോണുകളെ പോലെ, ഒരു ചെറിയ കണികകളെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സ്വഭാവവും പ്രകാശം കാണിക്കുമ്പോൾ പ്രകാശം ഒരു തരംഗമാണോ അല്ലെങ്കിൽ പ്രകാശം ഒരു കണികയാണോ എന്ന് ചോദിച്ചാൽ പ്രകാശം ഇവ രണ്ടുമാണ്. സർ ഐസക് ന്യൂട്ടന്റെ ഒപ്റ്റിക് സിദ്ധാന്തം മുതൽ പ്രകാശത്തിന്റെ വേഗതയാണ് സാർവത്രിക വേഗത്തിന്റെ, അതല്ലെങ്കിൽ വേഗത നിർണ്ണയിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് ഐൻസ്റ്റീന്റെ വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയം വരെ പ്രകാശത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയുമൊക്കെ പ്രകാശം ഉപയോഗിച്ച് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഒരുപാട് സിദ്ധാന്തങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും, ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് ഈ പ്രകാശം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നു കാണുന്ന ഈ ശാസ്ത്രം പുരോഗമിച്ചിട്ട് ഈ വെളിച്ചത്തെയൊക്കെ നിർവചിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഒരുപാട് കാലം മുമ്പ് പല നാഗരികതകളും പ്രകാശത്തിനെ ആരാധിച്ചിരുന്നു. രഥത്തിൽ പോകുന്ന സൂര്യദേവനെ ഈജിപ്തുകാർ ആരാധിച്ചിരുന്നു, ഇന്ത്യക്കാർ ആരാധിച്ചിരുന്നു, പല പല രാജ്യങ്ങളും സൂര്യനെ ആരാധിച്ചിരുന്നു. ഹിന്ദു പുരാണങ്ങളിൽ പ്രകാശമെന്ന് പറയുന്നത് പ്രകൃതി, ഐശ്വര്യം, പരിശുദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ പ്രകാശമില്ലാതെ ദർശനമില്ല, ദർശനമില്ലാതെ നിറങ്ങളില്ല, നിറമില്ല, നിഴലില്ല, നമ്മൾ അറിയുന്ന ലോകമേ ഇല്ല. ഇനി ചെടികളുടെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം. എന്താണ് പ്രകാശ സംശ്ലേഷണം? ഫോട്ടോ സിന്തസിസ്. ഈ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്ന 100% പ്രകാശത്തെ ആശ്രയിച്ച് നടക്കുന്ന ഒരു എനർജി, ഒരു എഞ്ചിനാണെന്ന് വേണമെങ്കിൽ പറയാം. സസ്യങ്ങൾ സൂര്യപ്രകാശം സേവിക്കുകയും അതുപോലെ തന്നെ അതിനെ ഊർജമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത്. ചുവപ്പ് മുതൽ വയലറ്റ് വരെയുള്ള മഴവില്ലിലെ നിറങ്ങൾ തന്നെ പ്രകാശമാണ്. നമ്മൾ കാണുന്ന ഈ പ്രകാശം ഒരു വളരെ വലിയ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിന്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ്. അപ്പൊ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന നിറങ്ങൾ അല്ലാണ്ട് ഒരുപാട് നമ്മൾക്ക് ദർശനമല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് കിരണങ്ങളും ഒരുപാട് പ്രകാശങ്ങളും നമ്മുടെ ഈ ഭൂമിയിൽ. ഇൻഫ്രാറെഡ് ഉണ്ട്, അൾട്രാ വയലറ്റുകളുണ്ട്, എക്സ് കിരണങ്ങളുണ്ട്, ഗാമ കിരണങ്ങളുണ്ട്. ഇവയൊക്കെ പ്രകാശത്തിന്റെ ഒരു രൂപങ്ങളാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പ്രകാശമെന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ തന്നെ ഒരു വഴികാട്ടിയാണ്, അല്ലെങ്കിൽ അറിവിലേക്കുള്ള ഒരു കവാടമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഫൈബർ ഒപ്റ്റിക്സ് പ്രകാശത്തിന്റെ വേഗതയിൽ വിവരങ്ങളെ അല്ലെങ്കിൽ ഡേറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒന്നാണ്. ഇത് നമുക്ക് വീഡിയോകൾ സ്ട്രീം ചെയ്യാനും അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയക്കുവാനും കോളുകൾ വിളിക്കുവാനും നമ്മളെ സഹായിക്കുന്നു. ലേസറുകൾ ഉപയോഗിച്ചാട്ടെ നമ്മൾക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന സർജറികൾ നടത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ലേസറുകൾ ഉപയോഗിച്ച് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന സാധനങ്ങൾ സ്കാൻ ചെയ്യാൻ പറ്റുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ജനിച്ച അതിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന പ്രകാശകിരണങ്ങളെ ദൂരദർശിനികൾ പിടിച്ചെടുക്കുകയും അതിലൂടെ നമ്മുടെ പുരാതനമായ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് പഴയ വിവരങ്ങൾ നമുക്ക് തരികയും ചെയ്യുന്നു. പ്രകാശമെന്ന് പറയുന്നത് ദ്രവ്യവുമായിട്ട് അതിസങ്കീർണവും വ്യത്യസ്തമായതുമായ രീതികളിൽ പ്രതിപ്രവർത്തിക്കുന്ന ഒന്നാണ്. അത് പ്രകാശം കടന്നു പോകുന്ന മാധ്യമത്തെയും അല്ലെങ്കിൽ പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തെയും ആശ്രയിച്ച് ഇത് ചിലപ്പോൾ പ്രതിഫലിപ്പിക്കാം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഡിഫ്രാക്ഷൻ നടക്കാം, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നടക്കാം, ആഗിരണം നടക്കാം. അങ്ങനെ പല സ്വഭാവങ്ങളും ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ പ്രകാശത്തിന് സംഭവിക്കുന്ന ഒന്നാണ്. പ്രകാശം ഒരു പുതിയ മാധ്യമത്തിൽ പ്രവേശിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ പ്രകാശം ജലത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ബെൻഡാകുന്നു. ഈ പ്രതിഭാസത്തിന് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയും. അടുത്തതായിട്ട് പ്രകാശം ഒരു വസ്തുവിൽ പതിക്കുമ്പോൾ ചില തരംഗ ദൈർഘ്യങ്ങളുള്ള പ്രകാശങ്ങൾ ആഗിരണം ചെയ്യുകയും ചിലത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ കണ്ണുകൾക്ക് ഈ നിറം കാണാൻ സാധിക്കുന്നത്. ചുവപ്പ് ഒരു നിറമാണ്. അതുപോലെ അപ്പോൾ ചുവപ്പിനേക്കാൾ നീളമുള്ള അല്ലെങ്കിൽ തരംഗ ദൈർഘ്യമുള്ള ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെർമൽ ഇമേജിങ്ങിലും റിമോട്ട് കൺട്രോളുകളിലും ഉപയോഗിക്കും. വയലറ്റിനേക്കാൾ കുറഞ്ഞിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുണ്ട്. അവ ഉപയോഗിച്ച് മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള ഉപകരണങ്ങളും അത് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഇനിയും നമ്മൾ ഈ സ്പെക്ട്രത്തിൽ കൂടുതൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ
എക്സ്റേകളുണ്ട്, ഗാമ കിരണങ്ങളുണ്ട്. വൈദ്യശാസ്ത്രത്തിലും ന്യൂക്ലിയർ ഫിസിക്സിലും ഉപയോഗിക്കുന്ന ഊർജ വികിരണങ്ങൾ നമുക്ക് നേരിടാൻ സാധിക്കും. മറ്റൊരു വശത്ത് മൈക്രോവേവ്, റേഡിയോ തരംഗങ്ങൾ മുതലായവ നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ, റഡാർ, കോസ്മിക് പശ്ചാത്തല വികിരണ പഠനങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇങ്ങനെ നമ്മൾ വളരെ വൈഡായിട്ട് നോക്കുമ്പോൾ പ്രകാശമെന്ന് പറയുന്നത് എണ്ണമറ്റ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനമാണ് ഈ പ്രകാശം. ഇപ്പോൾ നമ്മളൊരു ദൂരദർശിനിയിൽ കൂടി ഒരു വിദൂരമായിട്ടുള്ള ഗാലക്സിയെ നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വസ്തുക്കൾ മാത്രമല്ല, ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രകാശങ്ങൾ സമയത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മളെ സഹായിക്കുന്നവയാണ്. അപ്പോൾ പ്രകാശമെന്ന് പറയുന്നത് ഒരു വലിയ സഞ്ചാരിയാണ്. ഉലകം ചുറ്റും വാലിബൻ എന്നൊക്കെ പറയുന്നത് പോലെ പ്രകാശമാണ് ലോകത്തിലെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഭൂമിയല്ല, നമ്മുടെ സൗരയൂഥമല്ല, നമ്മുടെ ഈ ഫുൾ യൂണിവേഴ്സിലെ തന്നെ ഒരു സഞ്ചാരിയാണ് ഈ പ്രകാശമെന്ന് പറയുന്നത്. മാർക്കോ പോളോ, ഹുയാൻ സാങ്, അതുപോലെ തന്നെ ചാൾസ് ഡാർവിൻ, ക്രിസ്റ്റഫർ കൊളംബസ്, ഇവരെല്ലാം നമ്മളൊരു ഉലകം ചുറ്റും അല്ലെങ്കിൽ ലോകം മുഴുവൻ ചുറ്റുന്ന ഒരു മഹാസഞ്ചാരികളായിട്ടാണ് കാണുന്നത്. ഇവർ വെറുതെ ലോകം ചുറ്റുകയല്ല, വിവരങ്ങൾക്കായി ലോകം ചുറ്റുന്നവരാണ്. അപ്പോൾ ഇവർ ലോകം ചുറ്റിയിട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെക്കാൾ വലിയൊരു സഞ്ചാരിയാണ് നമ്മുടെ പ്രകാശം. പ്രകാശം എന്ന് മുതലാണ് അതിൻ്റെ യാത്ര തുടങ്ങിയത്? മഹാവിസ്ഫോടനത്തിന് ശേഷമാണ് പ്രകാശം അതിൻ്റെ വിവരങ്ങൾ പേറിയുള്ള അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വിവരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള യാത്ര തുടരുന്നത്. 1000 കോടിയിലേറെ വർഷം പഴക്കമുള്ള പ്രകാശരശ്മികൾ ഇപ്പോഴും നമ്മുടെ ദൂരദർശിനിയിൽ പതിയാറുണ്ട്. അങ്ങനെയുള്ള രശ്മികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ തന്നെ രഹസ്യങ്ങളാണ്. അവയെ നമുക്ക് കോസ്മിക് സഞ്ചാരികൾ എന്ന് വിളിക്കാം. കാരണം അവ നമ്മൾ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാലത്ത് നിന്നും അത്രയും ദൂരത്ത് നിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും രഹസ്യങ്ങൾ പേറി വരുന്ന അല്ലെങ്കിൽ ഇത്രയും രഹസ്യങ്ങൾ വഹിച്ചുകൊണ്ട് വരുന്ന ഈ പ്രകാശത്തെ കീറി മുറിച്ച് ആ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ഒരു ദൂരദർശിനി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. സ്ഥാപിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കോസ്മിക് സഞ്ചാരി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രകാശം വന്ന് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൽ എല്ലാ വർണ്ണങ്ങളും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ പ്രകാശത്തിൻ്റെ യാത്രയിൽ അത് ദൂരദർശനിലേക്ക് പതിയുമ്പോൾ ഈ യാത്രയിൽ പ്രകാശത്തിന് എന്തെങ്കിലും ഊർജ്ജ നഷ്ടം വന്നിട്ടുണ്ടോ എന്നറിയണം. അതാണ് ശാസ്ത്രജ്ഞർ ആദ്യം പരിശോധിക്കുന്നത്. പ്രകാശം വരുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു തന്മാത്ര ഏതെങ്കിലും ഒരു ചെറിയ കണികകളെ ആഗിരണം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തന്മാത്രയും പ്രകാശങ്ങളെ ആഗിരണം ചെയ്യുന്നത് ഓരോ ടൈപ്പിലാണ് അല്ലെങ്കിൽ ഓരോ രീതിയിലാണ്. അപ്പോൾ ഈ ഊർജ്ജ നഷ്ടമെന്ന് പറയുന്നത് പ്രകാശം കടന്നു വന്ന പാതകളെ കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് തരുന്നതാണ്. നമ്മുടെ സൗരയൂഥത്തിലുള്ള മറ്റുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷം കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ വാതകങ്ങളാണ് അവിടെ ഉള്ളതെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ഊർജ്ജ നഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞരെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ഫുൾ പഠനങ്ങൾ നടക്കാൻ തുടങ്ങും. കാരണം ഈ വാതകങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഒരു കഥ പറയാനുണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഭൂമിയിലെ ഏറെക്കുറെ ഓക്സിജന്റെ അളവ് എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ എവിടെയെങ്കിലുമുള്ള ഓക്സിജനിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ഗ്രഹങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭൂമിയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന ഈ ഊർജ്ജനഷ്ടം വന്നിട്ടുള്ള പ്രകാശത്തിൽ ഭൂമിയിലെ ജീവികൾ വിസർജിക്കുന്ന അല്ലെങ്കിൽ അവയിൽ നിന്നും പുറപ്പെടുന്ന വാതകങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ജീവികൾ എല്ലാം ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന വാതകങ്ങളിൽ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ജീവികൾക്ക് കുഴപ്പമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയല്ല, ഇനി ജീവികൾ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ട്, ജീവികൾ പുറപ്പെടുവിക്കുന്ന വാതകങ്ങൾക്ക് മാറ്റം വരുന്നതായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജീവികൾക്ക് എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പരീക്ഷിച്ചറിയുന്നത്. ഭൂമിയിൽ മീഥൈൻ ഉൽപ്പാദിപ്പിക്കുന്നത് സാധാരണയായിട്ട് ജീവികളാണ്. ഈ മീഥൈൻ ഓക്സിജനായിട്ട് ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറും. എന്നിട്ടും ഈ മീഥൈൻ അപ്രത്യക്ഷമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അർത്ഥം. നമ്മുടെ ഭൂമി എന്ന ഒരു ഗ്രഹം കൃത്യമായിട്ട് പുറത്തുവിടുന്ന ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു രേഖ അല്ലെങ്കിൽ ഒരു അറിവാണ് ഇത്. ഈ ഒരു മീഥൈൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടെന്നുള്ളെങ്കിൽ അല്ലെങ്കിൽ ജീവന്റെ ഒരു തെളിവാണ്. 48 വർഷം മുമ്പാണ് നാസ വോയേജർ 1 എന്ന പേടകം വിക്ഷേപിക്കുന്നത്. ഈ വോയേജർ അടുത്ത ഒരു നക്ഷത്രത്തിന്റെ അടുത്തെത്തണമെങ്കിൽ ഏകദേശം 40,000 വർഷം എടുക്കുമെന്നാണ് കണക്ക്. AC+793
888 എന്ന നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തിൽ നിന്നും 17.6 പ്രകാശവർഷങ്ങൾ അകലെയാണ്. അപ്പോൾ 48 വർഷം വോയേജർ സഞ്ചരിച്ചിട്ടും ഭൂമിയിൽ നിന്ന് ഏകദേശം 1490 കോടി കിലോമീറ്റർ മാത്രം അകലെയാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൗരയൂഥത്തിന്റെ പുറത്തു പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിലവിൽ നമുക്ക് സൗരയൂഥത്തിന്റെ പുറത്തുള്ള ഗ്രഹങ്ങളുടെ വളരെ വ്യക്തമായ ചിത്രങ്ങൾ എടുക്കുന്നതിനുള്ള ദൂരദർശനങ്ങളോ ക്യാമറകളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇവയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗവേഷകർ പ്രപഞ്ച സഞ്ചാരിയായ പ്രകാശത്തെ നക്ഷത്രങ്ങൾക്ക് മുന്നിലൂടെ ഗ്രഹങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ ഊർജ നഷ്ടത്തെ കണക്ക് കൂട്ടിയിട്ടാണ് സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുന്നത്. ഈ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഗ്രഹത്തിന്റെ അന്തരീക്ഷം കടന്നാണ് സഞ്ചരിക്കുന്നത്. ആ ഒരു യാത്രയിൽ ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലെ തന്മാത്രകൾ പ്രകാശം അല്പമെങ്കിലും ആഗിരണം ചെയ്യുന്നു. അങ്ങനെ ആഗിരണം ചെയ്തതിന്റെ അവശേഷിക്കുന്ന കുറച്ചാണ് നമ്മുടെ ദൂരദർശനയിൽ പതിയുക. അങ്ങനെ അപ്രത്യക്ഷമാകുന്ന ഈ ഊർജമാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് വിവരങ്ങൾ കൊടുക്കുന്നത്. നമ്മുടെ ഭൂമി ഒരു വലിയ ഗ്രഹമാണ്. 12,756.27 കിലോമീറ്റർ വ്യാസമുള്ള ഒരു പടുകൂറ്റൻ ഗ്രഹം. പക്ഷേ ഈ സൗരയൂഥത്തിലെ നമ്മുടെ അയൽപ്പക്ക ഗ്രഹങ്ങളായ മറ്റുള്ള ശനി, വ്യാഴം ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ ഗ്രഹമാണ്. സൗരയൂഥത്തിന്റെ പുറത്തു നിന്നും നമ്മൾ ഗ്രഹത്തെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊട്ടുപോലെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഈ സൗരയൂഥത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ജീവനുണ്ട്, അപ്പോൾ അവർ നമ്മളെ കഴിഞ്ഞും സാങ്കേതിക വിദ്യയിൽ മുമ്പിലാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഭൂമിയെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനൊരു ഭൂമി ഇവിടെ ഉണ്ടെന്നും ഇവിടെ ജീവനുണ്ടെന്നും അവർ ഉറപ്പായിട്ടും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സൂര്യന്റെ മുന്നിലൂടെ ഭൂമി കടന്നു പോകുമ്പോൾ സൂര്യന്റെ പ്രകാശത്തിനുണ്ടാകുന്ന ആ ഒരു ഊർജ നഷ്ടത്തെ അവർ തിരിച്ചറിയും. പക്ഷേ അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗരയൂഥത്തിന്റെ പുറത്തു നിന്നും ഭൂമിയെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഭൂമി സൂര്യന് മുന്നിൽ കൂടി കടന്നു പോകുന്ന ദൃശ്യം ലഭിക്കുക 12.8 മണിക്കൂർ മാത്രമായിരിക്കും. 300 പ്രകാശ വർഷത്തിനുള്ളിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഈ ഡേറ്റ ലഭിക്കത്തുള്ളൂ. പക്ഷേ ഈ 300 പ്രകാശ വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 2000 നക്ഷത്ര സംവിധാനങ്ങളെയാണ് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ആളുകൾക്ക് ഭൂമിയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ചാൻസ് മാത്രമാണുള്ളത്. അവർ ഒരുപക്ഷെ ഭൂമിയിൽ ജീവനുണ്ട് എന്നറിയുന്നത് ഇവിടെ നമ്മുടെ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന മീഥൈൻ വാതകങ്ങൾ വെച്ചിട്ടായിരിക്കും. ഈ പ്രകാശമെന്ന് പറയുന്നത് ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്. അടിസ്ഥാനപരമായി വൈദ്യുത തരംഗങ്ങളും കാന്തിക തരംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് ബഹിരാകാശ സമയത്തിലൂടെ സഞ്ചരിക്കുന്നു. ഒരു വസ്തുവിന്റെ ഭാരം അത് ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗതയെ പരിമിതപ്പെടുത്തുന്നു. ഭാരം ഇല്ലാത്തതിനാൽ പരമാവധി വേഗതയിൽ ശൂന്യതയിൽ സഞ്ചരിക്കാൻ പ്രകാശത്തിനാകുന്നു. സെക്കൻഡിൽ 2,99,972 കിലോമീറ്ററാണ് പ്രകാശത്തിന്റെ വേഗത. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ ദൂരമുള്ള സൂര്യനിൽ നിന്ന് പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുവാൻ ഏകദേശം 8 മിനിറ്റിലധികം സമയമെടുക്കും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭൂമിയിൽ കാണുന്ന, നമുക്ക് ഭൂമിയിൽ ദൃശ്യമാകുന്ന ഈ പ്രകാശത്തിന് 8 മിനിറ്റ് പഴക്കമുണ്ടാകും. ഈ പ്രകാശം ഒരു തടസ്സവുമില്ലാതെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന് ഒരു ഊർജ നഷ്ടം പോലും ഉണ്ടാകുന്നില്ല. തടസ്സങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പ്രകാശത്തിന് അനന്തമായ യാത്രകൾ ചെയ്യാൻ സാധിക്കും. പ്രകാശത്തിന് സഞ്ചരിക്കാൻ പ്രത്യേകിച്ച് മാധ്യമങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാരണം. പ്രകാശമെന്ന് പറയുന്നത് ശബ്ദത്തെ പോലെയല്ല. ശബ്ദത്തിന് പോകണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ്. പക്ഷേ പ്രകാശത്തിനൊരു മാധ്യമം ആവശ്യമല്ലാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അത് ഒരിക്കലും ദുർബലപ്പെടുന്നുമില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് പുറപ്പെട്ടിട്ടുള്ള പ്രകാശങ്ങൾ നമുക്ക് ദൂരദർശനിയിൽ കറക്റ്റായിട്ട് കിട്ടുന്നതിൻ്റെ കാരണം.